നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ CPIM RSS ബന്ധമെന്ന ആരോപണം ചർച്ചയാക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. എന്നാൽ എം വി ഗോവിന്ദന്റെ പ്രസ്താവന വളച്ചൊടിച്ചുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. RSSും ജമാഅത്തെ ഇസ്ലാമിയും UDFനൊപ്പമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആരോപിച്ചു. അതേസമയം അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പെന്ന് VV പ്രകാശിന്റെ മകൾ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതും BJP നേതാക്കളുടെ അസാന്നിധ്യവും ചർച്ചയായി. ഉച്ചയ്ക്ക് 1 മണിയോടെ നിലമ്പൂരിൽ 40% പോളിംഗ് പൂർത്തിയായി. അതിനിടയിലും CPIM RSS ബന്ധത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി LDF UDF നേതാക്കൾ കളം നിറഞ്ഞു. MV ഗോവിന്ദന്റെ RSS അനുകൂല പ്രസ്താവന നാക്കുപിഴയല്ലെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടത്തിയത് പ്രീണന പ്രസ്താവനയെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ഏത് വിഷയത്തിലും അവർക്ക് ജനങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വികാരങ്ങളല്ല, അതിനെതിരായിട്ടുള്ള വികാരങ്ങളാണ്. പക്ഷേ എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അതാണ് അക്കാര്യത്തിലുള്ളത്. ഇത് കൃത്യമായിട്ടും അവർക്ക് തിരിച്ചടിയായിട്ട് മാറും. CPIM RSS ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. ഒരു ബന്ധവുമില്ലെങ്കിൽ രാജീവ് ഗാന്ധിക്കെതിരെ 1989 എങ്ങനെ ഒരുമിച്ച് പ്രചാരണം നടത്തിയെന്നും VD സതീശൻ ചോദിച്ചു. 67 ബന്ധമുണ്ടായിരുന്നു, 89 ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇതിലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ EMSും ജ്യോതി ബസും LK അദ്വാനിയും വാജ്പേയിയും 89 എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട്? കൂത്തുപറമ്പിൽ പിണറായി വിജയൻ ജയിച്ചത് RSS വോട്ട് കൊണ്ടാണെന്ന് രമേശ് ചെന്നിത്തലയും ആവർത്തിച്ചു. മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂത്തുപറമ്പിൽ 5000 വോട്ടിന് അന്ന് പിണറായി വിജയൻ ജയിച്ചത് BJPയുടെ അന്നത്തെ RSSന്റെ വോട്ട് കൊണ്ടല്ലേ? ഉദുമയിൽ അന്ന് മാരാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് EMS അല്ലേ? ഈ ചരിത്ര വസ്തുതകളൊന്നും മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. RSS വിവാദത്തിൽ MV ഗോവിന്ദന് ഏതെങ്കിലും പിശക് സംഭവിച്ചതായി കരുതുന്നില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചു. RSSനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ മാറ്റമില്ലെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന RSSുമായോ SDPIയുമായോ ജമായത്തുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. RSSും ജമാഅത്തെ ഇസ്ലാമിയും UDFനൊപ്പമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. ഇടതുമുന്നണിക്കെതിരെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ സഖ്യമുണ്ട്. ഇടതിനെ തോൽപ്പിക്കാൻ UDF ആരുമായും കൂട്ടുകൂടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എവിടെയെല്ലാം കോൺഗ്രസിന് ഇടതുപക്ഷമാണോ മുഖ്യ എതിരാളി, അവിടെയെല്ലാം കോൺഗ്രസ് ആരുമായിട്ടും കൂട്ടുകൂടും. RSSുമായിട്ടും കൂട്ടുകൂടും, മുസ്ലിം RSS ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും കൂട്ടുകൂടും. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ അറിയില്ല. അതിനിടെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തില്ല എന്ന തരത്തിൽ സൈബർ ഇടങ്ങളിൽ പ്രചാരണമുണ്ടായി. അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പെന്ന് VV പ്രകാശിന്റെ മകൾ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതും ചർച്ചയായി. അതോടൊപ്പം നിലമ്പൂരിൽ പോളിംഗ് ദിവസം BJP നേതാക്കൾ പൂർണ്ണമായും വിട്ടുനിന്നതും ശ്രദ്ധേയമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.